ഹലോ 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 വീണ്ടും വെൽക്കം ബാക്ക് ഗൈസ്. നമ്മുടെ വീണ്ടും ഒരു പുതിയൊരു മിനിമിനിഷ ഗെയിം പ്ലേ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. സോ ഒരു ഹാപ്പി ന്യൂസ് എന്താ വെച്ചാൽ എനിക്ക് 2 സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. പുതിയ സബ്സ്ക്രൈബേഴ്സിനെ വരുന്നതും കാണുന്നതൊക്കെ വളരെ സന്തോഷമുണ്ട്. ഒരാളെങ്കിലും ഉണ്ട് കാണാമെന്ന് തോന്നിയൊരു നിമിഷമാണ്. അപ്പം ഒരാളെങ്കിലും കേൾക്കുന്നുണ്ടല്ലോ, സന്തോഷം. സോ നമുക്ക് യു ക്യാൻ സി ഇവിടെ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ റാങ്കൊക്കെ കയറിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, രാവിലെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ കൂടെ കളിച്ചായിരുന്നു, അപ്പം കയറിയതാണ്. പിന്നെ വച്ചൊരു വാർത്ത എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൻ്റെ പേരെല്ലാം മാറ്റിയിട്ടുണ്ട്. ആദ്യം എനിക്ക് പേരൊന്നും ഇടാൻ കിട്ടാത്തതുകൊണ്ട് ഞാനൊരു ഐഡിയാലെസ് എന്നൊക്കെ എഴുതി വെച്ചേക്കുമായിരുന്നു. ബട്ട് ഇപ്പോൾ എനിക്ക് ഒരു ലോഗോ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ ചാനലിൻ്റെ പേര് മിനി പാപ്പ എന്നാക്കിയിട്ടുണ്ട്. സോ എല്ലാവരും നമ്മുടെ ഇപ്പോഴും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഒരു ഞങ്ങളുടെ ഒപ്പം നിന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കയറി ചെല്ലാം. സോ ഇന്നും നമ്മൾ ക്യുക്ക കയറി കുറച്ച് ഗെയിം കളിക്കാമെന്ന് വിചാരിച്ചതാണ്. എന്ന് പറഞ്ഞാൽ കുറച്ച് ബിസി ആയിപ്പോയി. രാവിലെ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ബിസി ആയിരുന്നു. സോ എന്തത് മകരഘോഷ്യം സുഗു മലയാളികൾ 1-2 പേരുണ്ട്. സസ്പെൻഷൻ കുഴപ്പമില്ല. പക്ഷേ ഇപ്പോഴും കളി ഉണ്ട്. ഇപ്പോഴും എനിക്കൊന്ന് ലെവലായിട്ട് വന്നില്ല. ഇതിൽ കുറച്ച് സീന് വരുന്നത് എന്താ വെച്ചാൽ, ഈ ഒരു എൻ്റെ പഞ്ചിൻ്റെ ബട്ടൺ പറഞ്ഞാൽ ഈ ഒരു സൈഡിലാണ് ഇടിക്കുന്ന ബട്ടൺ. സോ ഈ പറക്കുമ്പോൾ എനിക്കിത് കളിച്ച് ശീലമായതുകൊണ്ട് തന്നെ ഈ പറക്കുമ്പോൾ മുഴുവൻ ഇടിക്കുന്നത് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ബട്ട് എനിക്ക് ഈ പ്ലെയറിനെ ക്ലോസ് ആയിട്ട് വെടിവെച്ച് നമ്മളിപ്പോൾ പ്ലെയറിനെ ടച്ച് ചെയ്യുന്നൊരു ഇൻസിഡൻറ്റ് വരുവാണെങ്കിൽ എനിക്ക് ഈ പഞ്ച് ബട്ടൺ ഇവിടെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇടിക്കാൻ കഴിയത്തില്ല. ഇടിക്കാൻ കഴിയുന്ന പോട്ടെ, ഓക്കെ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതുണ്ടോ, അത്രയും ക്ലോസ് ഒക്കെ വരുമ്പോൾ ഞാനങ്ങോട്ട് മാറി എൻ്റെ തലേക്കന്നെ വന്നു. അത്രയും ക്ലോസ് ഒക്കെ ആയിട്ട് വരുമ്പോൾ ഈ ഇടിക്കുന്നതും വെടിവെക്കുന്നതും ഒരുമിച്ച് നടത്താൻ കഴിയില്ല. പകരം ഇവിടെ എവിടെയെങ്കിലും 3 ഫിംഗർ ആക്കി വെച്ചാലോ വിചാരിക്കും. ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന 2 ഫിംഗറാണ്. സോ 3 ഫിംഗർ ആക്കി വെച്ചാലോ എന്നൊരു തോട്ട് എൻ്റെ മൈൻഡിലുണ്ട്. ബട്ട് അതിന് പ്രശ്നമൊക്കെ വരുന്നുണ്ട് കുറച്ച്. 3 ഫിംഗർ ആക്കിയത് പിന്നെ കളി ഉള്ളതും പോവും. നമ്മൾ പിന്നെ കണ്ടിന്യൂസ് ഈ ഒരു 2 ഫിംഗർ കളിച്ചതുകൊണ്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് ഇടിക്കാൻ വരുമ്പോൾ ഈ സൈഡ് നമ്മുടെ ഈ സാധാരണ പ്ലേസിലുള്ളിടത്തായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. പയ്യനെടുക്കാൻ നൈസായിട്ട് എടുക്കാൻ വിചാരിച്ചായിരുന്നു, നടന്നില്ല. ഇവിടെ ഷോർട്ട് ഗണ്ണല്ലേ കിടക്കുന്നത്. പുല്ല്, ഷോർട്ട് ഗണ്ണ് പോയടാ. ഇങ്ങനത്തെ ഒരു തൊല്ല. കൊള്ളാം, നല്ല കളി. ഞാൻ കളിയാക്കിയതല്ല, അങ്ങ് തമാശക്കാരെന്നാ. അത് മികച്ചൊരിടലായിരുന്നു ബോംബിൻ്റെ. പ്രതട്ടായിരിക്കും പാവം. എന്താ പറക്കത്തിച്ചില്ല, എന്തുവാടാ പറക്കാൻ കഴിയില്ല. ഇതാണ് എനിക്ക് പിടിക്കാതെ. എങ്ങനെ മെയ്സിൽ കയറി പോകുന്നാരിയാ പോകുന്നത്. ഇപ്പോൾ വല്ല കോൺഫിഡൻസിൽ നിൽക്കുക. എടാ കൊണ്ട് ഞാൻ വിചാരിച്ചു കൊണ്ടില്ലെന്ന് ആടി. ഓക്കെ, എനിക്ക് ഇങ്ങനെ കുനിഞ്ഞ് കയറി പോകുന്നൊന്നും കില്ലാണത്. ഒരു നേരത്തെ കില്ല് ഞാനങ്ങ് ആ കില്ലും ഞാനെടുത്തു തന്നെ. ഞാൻ ചാവുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. ലെറ്റ്സ് ഗോ.
ഇനി കളി നോക്കാം. ഷാജി പാപ്പൻ, ഇതിലത്തെ പേര് മാറ്റണം. ഷാജി പാപ്പൻ മിനി പാപ്പൻ എന്നാക്കണ്ടല്ലോ. ഇത് ഷാജി പാപ്പൻ തന്നെ നിൽക്കട്ടെ. പേരോട് അത്ര മുഹബത്തൊന്നും ചോദിക്കരുത്. ആ പേരങ്ങ് ഒരു പെട്ടെന്നൊരു പേര് കിട്ടിയപ്പോൾ കിട്ടുക, അല്ലാതെ വലിയതൊന്നും ഇല്ല. അതോടെ നമ്മുടെ അക്കൗണ്ടിൻ്റെ പേരും അത് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളെന്നെ പറയുക, മനുഷ്യ അല്ലാത്ത വേറെ ഏതെങ്കിലും ഗെയിമിൽ കൊള്ളാം, വളരെ നല്ലത്. എനിക്കിത് ഇഷ്ടമാണ്. ഇങ്ങനെ കുനിഞ്ഞ് കയറി കളിക്കുന്നത് ഭയങ്കര, എനിക്ക് ഏറ്റവും ദേഷ്യം പിടിക്കുന്ന പരിപാടി കുനിഞ്ഞിട്ടും കയറി പങ്കെടുത്തത്. അയ്യോ, ഇവനെന്തോ ചെയ്യാൻ പോകുന്ന എനിക്കറിയാം. അയ്യോ, അത് അവനെ കൊണ്ടിട്ടോ ഭാഗ്യത്തിന്. ഓക്കെ ഓക്കെ, കൂൾ കൂൾ കൂൾ. കൊള്ളാം. അതിൻ്റെ അന്നാട്ടിലാണ് കിച്ചൻ്റെ അണ്ണാക്ക് കയറി വന്നുകൊണ്ട്. അയ്യോ, തിരല് ജസ്റ്റ് മിസ്. 2 പ്രോക്സി 3 കഴിഞ്ഞാൽ 1 കപ്പ് നിറവരുടെ രസം, അതും നിർബന്ധം. അതേപോലെ കളിക്കുമ്പോൾ ഒരു 2 പ്രോക്സി എറിയുക, അതും നിർബന്ധം. പ്രോക്സി കയറാറുണ്ട്. കൊണ്ടില്ലടാ അത്. കൊള്ളുന്നില്ലടാ. കൊണ്ട് എനിക്ക് ആ ഏച്ചും പേടി സ്നൈപ്പറിൻ്റെ അടുത്ത് ലോഞ്ചറും വെച്ച് കളിക്കുന്നത്. അത് താഴത്ത് കളിക്കുന്ന നേരത്ത് എൻ്റെ ഭാഗ്യം താഴ്ത്താം. അവൻ ആ സ്നൈപ്പർ വെച്ച് അടിക്കാൻ അറിയാൻ എൻ്റെ ഭാഗ്യം എന്ന് പറയാം. ഞാൻ പ്രതീക്ഷിച്ചു. അയ്യോ, ഷോ, വെറുതെ ചെന്ന് കഴപ്പണിച്ച് കയറിയതല്ലേ തോന്നി. അവൻ്റെ അണ്ണക്ക് ചെന്ന് സ്പോണായി കൊടുത്തു. അവൻ്റെ അണ്ണാക്കിലോട്ട് ഞാൻ സ്പോണാവുന്നു. അയ്യോ, 1 HP മോനെ. കളി കഴിഞ്ഞു. അയ്യോ, ഓക്കെ. ഒന്ന് പരസ്യം വന്നതാണ് സീനായത്. സോ ലെറ്റ്സ് ഗോ, കണ്ടിന്യൂ ചെയ്യാം. ഇത് തന്നെ കളിച്ച് നോക്കാം. റെഡി കൊടുത്തു. ക്ലിഫ് വേറെ നല്ലതൊന്നുമില്ലേ? അണ്ടർമൈൻ കൊടുത്തോക്കാം, പിന്നെയും കുഴപ്പമില്ല തോന്നുന്നു. CTF ഒന്നും വേണ്ട, ഇത് കൊടുക്കാം. എല്ലാം ഓഫ്ലൈൻ ആണോടാ? ഇറങ്ങട്ടെ. ക്വിക്ക് മാച്ച്. ഇത് ലെറ്റ്സ് പ്ലേ. കോട്ടയത്തുനിന്ന് എന്തോ കൊട്ടിക്കലാശ. അപ്പോൾ ഇതൊക്കെ ഇലക്ഷനൊക്കെ എങ്ങനെ പോകുന്നത് നിങ്ങളുടെ നാട്ടിൽ? ആരൊക്കെ എങ്ങനെയൊക്കെ സ്ഥാനാർത്ഥിയാവുന്നത്? ഡു കമൻറ്റ്. നിങ്ങളുടെ വോട്ട് ആർക്കാണ് പോകുന്നത്? ആർക്കാ കൊടുക്കാൻ താല്പര്യമില്ലാത്തത്? എന്തുകൊണ്ട്? എന്താ കാരണം എന്നൊക്കെ
കമൻറ്റ് ചെയ്യുക. ആര് ജയിക്കുന്ന നിങ്ങളുടെ ഒരു അഭിപ്രായം? TDM VIP കളിക്കണോ? പോസിബിൾ കളിച്ചോ? ലൂണാർസ് ആർക്ക് പോവും വോട്ട്? ആർക്ക് കിട്ടും വോട്ട്? എല്ലാം എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഒന്നാമത്തെ കാര്യം പറയാൻ മാത്രം പറഞ്ഞാൽ, എൻ്റെ ഈ പ്രാവശ്യത്തെ എൻ്റെ 2 വോട്ടർ പട്ടികയിൽ പേരില്ലാതെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് മെയിനായിട്ട് നിങ്ങളോട് എല്ലാവരും പറയാനുള്ളത്, എല്ലാവരും കണ്ണു കറിഞ്ഞിട്ട് വോട്ട് ചെയ്യുക. എടാ കുട്ടി കൊന്നു പോകുന്നത് എല്ലാവർക്കും എനിക്ക് പറയാം. ഷീലെടുത്ത് വരുന്നത് ഓരോ പൊട്ടകളായിരിക്കും സഹിക്കാൻ വേണ്ടി. പന്നക്കടയാടി മാറി. എനിക്ക് പറയാനുള്ളത്, വോട്ട് ചെയ്യുമ്പോൾ എല്ലാവരും നോക്കിയും കണ്ടൊക്കെ വോട്ട് ചെയ്യുക. അത് പറയുമ്പോൾ നമ്മുടെ ഒരു സ്ഥാനാർത്ഥി തിരഞ്ഞെടുക്കുമ്പോൾ അത് മാക്സിമം നമുക്കൊരു ഇങ്ങനെ ഇരിക്കുന്നു, മാക്സിമം നമുക്കൊരു യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നത് നോക്കി കണ്ട് വോട്ട് ചെയ്യുക. നമ്മൾ മെയിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മുടെ പഞ്ചായത്തിന് എത്രത്തോളം, നമ്മുടെ നാടിന് വേണ്ടിയിട്ട് എത്രത്തോളം വർക്ക് ചെയ്യുന്നത് നോക്കിയിട്ട് മാത്രം വോട്ട് ചെയ്യുക. നിങ്ങൾ ഏത് പാർട്ടി ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ നാടിനെ ഏത് പാർട്ടിയാണോ നിങ്ങൾ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത്, നിങ്ങളുടെ നാട്ടിൽ ഏത് പാർട്ടിയാണോ ഏറ്റവും അധികം, ഐ മീൻ ലൈക്ക് അടുത്ത് ഏത് പാർട്ടിയാണോ നല്ല രീതിയിൽ സപ്പോർട്ടീവായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്, അവരെ വോട്ട് ചെയ്യുക. അതാണ് ഏറ്റവും ബെസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ശരിയാകുന്നില്ല. ഇവിടെ കണ്ട മാതിരി തോന്നി. വണ്ണച്ച് പേര്. സോ നിങ്ങൾക്ക് ഏറ്റവും അധികം നിങ്ങളുടെ നാടിന് നല്ല നല്ല ഓരോരോ വികസനങ്ങൾ കൊണ്ടുവന്ന രാഷ്ട്രീയ പാർട്ടിക്ക് നിങ്ങൾ വോട്ട് ചെയ്ത് കൊടുക്കുക. ഏറ്റവും ബെസ്റ്റ് ചോയ്സ് അതാണ്. കാരണം എന്താ വെച്ചാൽ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പാർട്ടിയുടെ കേസ് പറയുമ്പോൾ എല്ലാ പാർട്ടിയും ഒരു നമ്മൾ പറയല്ലോ, ഏറ്റവും മോശത്തിൽ നിന്ന് നല്ല തിരഞ്ഞെടുക്കാൻ. കാരണം എന്താ വെച്ചാൽ ഇവനെ നടിച്ചാൽ ഏറ്റവും മോശമുള്ളതെന്ന് നല്ല തിരഞ്ഞെടുക്കുക. കാരണം എല്ലാ പാർട്ടിയും എന്താ പറയുക, വളരെ എല്ലാം മോശമെന്നല്ല, മോശം പറയാനുള്ളത് എന്താ വെച്ചാൽ, എല്ലാ പാർട്ടിയിലും നമ്മൾ പറയുന്ന ഒരു 100-ൽ 99-ൽ 1% കീഴാണ് എപ്പോഴും ബാക്കി കിടക്കും. സോ ഏതൊരു പാർട്ടി നോക്കുമ്പോഴും അതിലൊരു ബാഡ് എലമെൻറ്റ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മളെ ബാഡ് എലമെൻറ്റിനെ നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. അപ്പോൾ ഏത് പാർട്ടി എടുക്കുമ്പോഴും ഈ ബാഡ് എലമെൻറ്റ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ നാടിന് ഏറ്റവും ഉപയോഗപ്രദമായിട്ട് നിൽക്കുന്ന പാർട്ടി ഏതാണോ അവർക്ക് വോട്ട് കൊടുക്കുക. നമ്മളെ നമ്മൾക്ക് എന്താ പറയുക, ഇപ്പം നമ്മുടെ ഒരു പഞ്ചായത്തിൽ LDF ആണ് ഭയങ്കര സപ്പോർട്ടീവായിട്ട് ഉള്ളത്. പക്ഷേ മറ്റൊരു പഞ്ചായത്തിൽ UDF പാർട്ടിക്കാരായിരിക്കും ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിങ്ങളെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു പഞ്ചായത്തിൽ ഏത് സ്ഥാനാർത്ഥിയാണോ നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്, ആ സ്ഥാനാർത്ഥിക്ക് തീർച്ചയായിട്ടും വോട്ട് കൊടുക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ് ചോയ്സ്. പയ്യൻ ബാക്ക് വലിഞ്ഞ് എല്ലാ പാർട്ടിയിലും ഒരു ബാഡ് എലമെൻ്റ് ഉണ്ടാവും. സോ നമ്മൾ ആ ബാഡ് എലമെൻറ്റിനെ മാക്സിമം എടുത്ത് ഒഴിവാക്കാനാണ് വേണ്ടത്. എന്തൊക്കെയോ പറയുന്നുണ്ട് കളിയിലായതുകൊണ്ട് എനിക്കൊന്നും എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ എന്തോ അറിയാതെ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. ഏതോ ഒരു പുള്ളിയുടെ റീലുണ്ടായിരുന്നു, എന്തുവാ പറയുക, LDF പന്ന, UDF അതിലും വലിയ പന്ന, BJP വെറും പന്ന. ആ ഒരു തോട്ടിൽ വെച്ചിട്ടാണ് പുള്ളി വോട്ട് ചെയ്യുന്നത്. കാരണം പുള്ളിക്ക് അറിയാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം.
നിങ്ങൾ ഏത് പാർട്ടിയും സപ്പോർട്ട് ചെയ്താൽ അതൊന്നും പാർട്ടീനെ സപ്പോർട്ട് ചെയ്യുന്നത് തെറ്റാന്ന് പറയുന്നില്ല. ബട്ട് ഒരു പാർട്ടി ഒരു തെറ്റ് സ്വന്തം പാർട്ടിയിൽ ഒരു തെറ്റ് തീർച്ചയായിട്ടും അതിനൊരു എതിർത്ത് പ്രതികരിക്കാനുള്ളൊരു ശേഷി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. അത് ഏത് പാർട്ടിയാണ്, ഇപ്പോൾ BJP ആണെങ്കിൽ UDF ആണെങ്കിൽ LDF ആണെങ്കിലും ആരാണെങ്കിലും നമ്മുടെ ഏത് പാർട്ടിയാണോ തെറ്റ് ചെയ്യുന്നത് ആ പാർട്ടിക്ക് എതിരെ നമുക്ക് സംസാരിക്കാനുള്ളൊരു കെൽപ്പുണ്ടാവണം. നിങ്ങളുടെ പാർട്ടി തെറ്റ് ചെയ്തിട്ടും തെറ്റ് ചെയ്യാതെയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതന്നെ എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. ഇത് ഷീറ്റ് ഹിറ്റ്മാനാ ആരടാ ഈ ഹിറ്റ്മാൻ? 15 കില്ല അവനടുത്ത് ഹിറ്റ്മാൻ. എൻ്റെ തന്ത സ്ട്രൈക്ക്. നമ്മളെ വീട്ടിലേക്ക് വീട്ടുകാരെ ഇതൊക്കെ നമ്മൾ എന്തെങ്കിലും തെറി വിളിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടുകാരെയും കയറ്റും. അത് സ്വാഭാവികം. ഞാനങ്ങനെ തെറി വിളിക്കാതെ എന്തോ പറയുക, ഒരു രാജാവ് ഉണ്ടായിരുന്നില്ല, അവരുടെ പേരെന്തുവായിരുന്നു, സത്യശാമ. ഞാൻ ആ ഇങ്ങോട്ട് എന്തെങ്കിലും ഉണയ്ക്കാനോ എന്തൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തിരിച്ചങ്ങോട്ടും പറയും. ഷീൽഡ് എടുത്ത് കുറേ ഉണ്ടാക്കുന്ന വലിയ രസമുള്ള പരിപാടിയാണ്. ഷീൽഡ് മാത്രം എടുത്തെന്ന് പറയും. ഗുഡ് ചോയ്സ്. ഷീൽഡ് എടുത്തിരിക്കും. അച്ചോട് എല്ലാം ഹിന്ദിക്കാരാണ് അതിൽ. ഹീറോ വാർ ഇത് ഈ സംഭവം ഞാൻ പണ്ട് കളിച്ചായിരുന്നു. ഹീറോ വാറിൻ്റെ ആ സാധനം ഒരു RPG ഗെയിമാണ്. പിന്നെ കളിച്ച് ഒരു അത്യാവശ്യം ഞാൻ കയറിയിട്ടുണ്ട്, കേച്ചിട്ടുണ്ട് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ. പിന്നെ കളിച്ച് എനിക്കങ്ങ് എടുത്ത് ഒഴിവാക്കാൻ തോന്നി. ഈ ബാക്ക്ചോട് പിന്നെയും കുഴപ്പമില്ല. മറ്റവനാണ് ഷീൽഡും കൊണ്ടുവന്ന് ഹിറ്റ്മാൻ എന്ന് പറഞ്ഞ പേരും കൊണ്ടുവന്നേക്കുന്നത്. ഉണ്ടെങ്കിൽ നേരെ നമുക്ക് കണ്ണെടുത്ത് കളിക്കാൻ പഠിക്കും. സോ എവിടെയാണ് പറഞ്ഞിരുന്നത്? വോട്ടിൻ്റെ കാര്യം. മറ്റന്നാളാണ് വോട്ട് വരുന്നത്. സോ എല്ലാവരും നോക്കിയും കണ്ടു വോട്ട് ചെയ്യുക. നിങ്ങളെ പഞ്ചായത്തിൽ ഏറ്റവും അധികം സപ്പോർട്ടായിട്ട് വരുന്ന ആൾക്ക് നിങ്ങൾ മാക്സിമം വോട്ട് ചെയ്യാൻ നോക്കുക. ഷോ ഞാൻ ചത്തെന്ന് വിചാരിച്ചു. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഉണ്ണി. അയ്യോ അയ്യോ ആരും നെറ്റിലാക്കണ്ട. എൻ്റെ നെറ്റാണോ എനിക്കറിയില്ല. കൊല്ലടാ മാത്രം കില്ലെടുത്തിട്ടുണ്ട്. ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. എടാ അടിച്ച് കൊല്ലടാ അവനെ. നോക്കി നിൽക്കുന്നു തമ്മിൽ. അയ്യോ എനിക്ക് ഒന്നും പഴച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ അവൻ ഒരടിമണി കയറി ഞാൻ ചാത്തന്നെ. ഇടിച്ചു കൊല്ലായിരുന്നു എനിക്ക്. പക്ഷെ അടുത്തെത്തുമ്പോഴേക്ക് ചത്ത്. ഇവിടെ അത് ടീമാണോ? ടീമായിരുന്നല്ലേ.
വെറുതെ ആരെയും നെച്ച് പോകുന്നു എന്നെ അവിടെ അണ്ണച്ചിബി അടാവൻ വെച്ച ബാക്കിൽ നിന്ന് അവൻ വന്നോണ്ട് അല്ലെങ്കിൽ അടുത്തന്നെ തീർക്കായിരുന്നു സുഖമായിട്ട്. ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടത്തില്ല, പക്ഷെ കിട്ടി. നമ്മളൊരിക്കലും കിട്ടത്തില്ല എന്ന് വിചാരിച്ചു പോയത്, കിട്ടും കിട്ടും വിചാരിക്കണം, പക്ഷെ ഞാൻ കിട്ടത്തില്ല എന്നാണ് വിചാരിച്ചത്. ഇതേ നടക്കുന്നു. അയ്യോ, നല്ല രീതിയിൽ ഓടി ചെയ്തു. പക്ഷെ വണ്ണച്ചി കേട്ടാവൻ കയറിയിട്ടുണ്ടാവൻ അത്യാവശ്യം. വണ്ണച്ചി ഉണ്ടായിരുന്നല്ലേ, ഞാൻ അധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കില്ലെടുക്കാൻ കഴിയുള്ളൂ. ഒരു നേരത്തെ 3-4 എണ്ണമൊക്കെ ഒരു നേരം കയറി വെക്കണം. അമ്മേ ശംഭോ മഹാദേവ. അവിടെ ചത്തില്ലടാ വണ്ണച്ചിപ്പി. കൊല്ലടാ അവനെ, കൊല്ലടാ അവനെ. ആ ടീമേറ്റ് ആയിരിക്കും. എനിക്ക് ടീമേറ്റ് ചെയ്താൽ മനസ്സിലാവില്ലല്ലോ, അതങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അവനാണ് അതിനകത്ത് അവനാണ് വണ്ണച്ചിപ്പി. എടാ വണ്ണച്ചിപ്പിയാടാ. ആ ബ്ലൂ ടീം എടുത്ത കില്ലിൻ്റെ ആൾമോസ്റ്റ് അത്രയും ഞാൻ ഒറ്റയ്ക്ക് എടുത്തിട്ടുണ്ട്. ആ ഗണ്ണല്ല പോണേ. പോലെ 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 ഞാൻ വരുന്നത് പോലെ ബ്രോ. ഫുണ്ടച്ചി, ഈ ഫുണ്ടേനൊക്കെ ആരാടാ എടുത്ത് കളി വെച്ചത്? റിപ്പോർട്ട് ചെയ്ത് കിട്ടാതെ ആ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യായിരുന്നു. ഷീൽഡ് കൊണ്ട് ഷീൽഡ് ശരിക്കും ബാൻ. ചാവടാ വണ്ണച്ചിപ്പിയടാ. എടാ ഒരടി ആണെങ്കിൽ അടിക്കടാ അവനെ ഷീൽഡിന് പോയിട്ട്. വണ്ണച്ചിപ്പി അവൻ ബാക്ക് നടിച്ച് അവൻ തീർന്നേനെ. അപ്പം ഫ്രണ്ട് നായോണ്ട. ആ ഞാൻ ഇടിച്ച് കൊല്ലാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആ പട്ട ഒന്ന് ശരിയാവും. ഇവിടെ എവിടെയാണ് ആ മരം ഉണ്ടായത്? അയ്യോ അവൻ്റെ എന്തായിരുന്നു ക്ലാസ്സായിരുന്നു തോന്നുന്നു. ഞാനായിട്ട് കുറച്ച് ബ്രൈറ്റ്നസ് കൂട്ടിയാട്ടെ. എൻ്റെ എന്താ നല്ല ലോ ആയി കിടക്കുക. ഗണ്ണേതാ ക്ലിയർ ചെയ്യണം. ആ ഷീൽഡിനോ പറഞ്ഞത്. ഒന്ന് പ്ലീസ് വെച്ച് ചോദിച്ചു. അവൻ ഷീൽഡ് വെച്ച് ഉണ്ടാക്കിയതാടാ കില്ല്. 18 കില്ല് പലയാടി. ഈ കരേബിലയാടിനൊക്കെ ആരുടെ ഗെയിമിലെടുക്കുന്നത്? എടാ എനിക്ക് നല്ല ദേഷ്യം പിടിക്കുന്നത് ഈ ഇത് കയറിയിട്ട്, ആഡ് കയറിയിട്ട് ഇടയിൽ 1500 ആയിട്ടോ. നമ്മൾ എത്രയിലാണ് നിന്ന് ഒന്ന് ആലോചിക്കണം. എത്ര പെട്ടെന്ന് 1500 കയറി. അടുത്തെന്തുവാ? ജോയിൻ റാങ്ക്ഡ് ഏതെങ്കിലും കയറി പോട്ടെ. ടൈം എത്രയായി? 10 മണിയായിരുന്നു. ഒരു കളിയും കൂടി, ഇത് ലാസ്റ്റ് കളി കളിയാണ്. ഈ കളിയും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം.
തുരപ്പൻ തുരപ്പൻ കൊച്ചുണ്ണ്. നോ എസ്കേപ്പോ? വേറെ ഏതെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ബോട്ടിൽ നെക്ക് എന്തെങ്കിലും നിൽക്കട്ടെ. റെഡി കൊടുക്കണേ. എടാ ആ ഓക്കെ സെറ്റ്. റെഡിയോട്. ഇവനാടാ, ഇവൻ ഓഫ്ലൈനാടാ. പോയി അവൻ്റെ പറ്റി. ഓക്കെ ലെറ്റ്സ് ഗോ ഗൈസ്. അയ്യോ ബൈ ദ വേ, ഈസ്റ്ററൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഈസ്റ്ററൊക്കെ കഴിഞ്ഞിരിക്കില്ലായിരുന്നു? കഴിഞ്ഞിട്ട് അറിയായില്ല, അതാ ചോദിച്ചത്. ഇടിച്ചാൽ മതിയാടാ. എനിക്ക് അവനെ ഇടിച്ചാൽ മതിയായിരുന്നു. ജസ്റ്റ് ഇടിച്ചാൽ മതിയായിരുന്നു ഒന്ന് പോയിട്ട്. എടാ ഷീൽഡ് എടുക്കല്ലേ. എടാ ഷീൽഡ് എടുത്ത് കളയടാ. എന്തുവാ ഇവന്മാർക്കൊക്കെ? നോ ഷീൽഡ് പ്ലീസ്. ഷീൽഡ് എടുത്ത് ഒഴിവാക്കടേ. ഓരോ അവിടാണ് ഷീൽഡും കൊണ്ട് വന്നേക്കുന്നു കുറേ നേരമായിട്ട്. എന്ത് വെറുപ്പിക്കാനാണ് ഇവന്മാർക്ക് ഷീൽഡ്? അതാ എന്നെ തീർക്കാൻ വേണ്ടിയാണ് അവൻ. കൊള്ളാം. ഡബിൾ ടെക്ക് ആക്കണം നോക്കുന്നത്. ബോയ് അവിടെ ലൈഫല്ലേ കിടക്കുന്നത്. അയ്യോ 1 HP. ഇപ്പം ഞാൻ ലൈഫ് എടുത്ത് ചാവും. പക്ഷേ എൻ്റെ പൊന്നെ സ്പാസാട്ടോ അവിടെ. ഞാൻ പ്രതീക്ഷിച്ചിട്ട് എത്തുന്നുണ്ട്. ഞാനിടയിൽ അറിയാതെ പാട്ട് പാടി പോകുന്നുണ്ട്. ഞാൻ പാട്ട് പാടിയ പ്രശ്നം വെച്ചാൽ കളരാഗം പോലെയാവും. പക്ഷെ ഞാൻ ഈ ഒരു മൂളക്കം പോലെ അങ്ങ് പാടി പോകും. എടാ ഇതൊന്ന് പോടാ. എനിക്കൊന്ന് അങ്ങോട്ട് പോകണം. അവനെ കൊല്ലണം എനിക്ക്. സ്കില്ല് എവിടെയാവൻ? ചാവടാ. എൻ്റെ പൊന്നി ജസ്റ്റ് മിസ്. HP. ചെറിയൊരു കോള് വന്ന് വേറെ ആരുമില്ല, അമ്മയാണ്. അമ്മ വിളിച്ച പിന്നെ ഫോൺ എടുക്കാതെ കാണിച്ചില്ലല്ലോ. നമ്മൾ ഏത് പണിയിലാണെങ്കിലും അമ്മ വിളിച്ചാൽ ഫോൺ എടുക്കണം.
അത് അച്ഛൻ്റെ ഫോണിൽ എടുത്തിട്ട് എന്നെ വിളിച്ചേക്കുന്നത്. സോ അതുകൊണ്ട് ഇത് കട്ടായി പോയി, നമ്മുടെ കളീൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ കൃഷി തന്ന് എന്തായാലും നമുക്കൊരു ക്വിക്ക് പ്ലേ ആയിട്ട് കളിക്കാം. ഒരു കളി, ലാസ്റ്റ് കളി, ഏതെങ്കിലും ആവട്ടെ. കാരണം ഒരു കളി അങ്ങ് പകുതിക്ക് വെച്ച് നിർത്തിയാൽ ശരിയായില്ല. കോള് വന്നാണ്, കോള് ഒന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക്, കട്ടായി പോയതല്ല. അത് കോള് അമ്മേൻ്റെ കോളല്ലേ, ഒന്നും ചെയ്യാൻ കഴിയില്ല. അമ്മേൻ്റെ കോളൊന്നും എടുത്തിട്ട് പിന്നെ ആരെ കോൾ എടുക്കാൻ നമ്മളൊക്കെ. സോ ലാസ്റ്റ് കളിയാണ്. അപ്പോൾ ഇതൊന്ന് കളിച്ചിട്ട് നമുക്ക് നിർത്താം. അയ്യോ, അത്യാവശ്യം പ്രോ പ്ലെയേഴ്സാണ് തോന്നുന്നു കേട്ടോ. അത്യാവശ്യം റാങ്കുള്ളവരൊക്കെയാണ് അതിൽ. അയ്യോ, എൻ്റെ പൊന്നെ, അത് നോക്കിയടാ, അപ്പോൾ തന്നെ ഇറങ്ങിപ്പോയി അവൻ. അവൻ്റെ റാങ്ക് കണ്ടു നീ? അയ്യോ, നല്ല റാങ്കുള്ള പ്ലെയേഴ്സ് കേട്ടോ ഇതിൽ മുഴുവൻ. ഇപ്പോൾ ഒരുത്ത എൻ്റെ റാങ്കിലുള്ളതുണ്ട്. അറയ്ക്കലാവും. ഓ, നമ്മുടെ പയ്യനാണല്ലോ, പാപ്പൻ്റെ പയ്യന്. 2 എടാ മോനെ. ഓഹ്, രാംബായി, ഏതോ ഹിന്ദിക്കാരനാണ്. ഇതിൽ ഷീൽഡൊക്കെ എടുത്ത് വരുമ്പോഴാണ് എടാ സത്യമാണ് എനിക്ക് ട്രിഗർ ആവുന്നത്. എടാ ഈ BGMI ഇതിലൊക്കെ നമ്മൾ ഈ കളിക്കുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞാൽ ഈ തോറ്റ് കഴിയുമ്പോഴാണ്, തോൽക്കല്ല, നമ്മളെ എക്സ്ട്രീം ലെവൽ ആ ഒരു ഇത് എക്സൈറ്റ്മെൻറ്റിൽ കയറി അടിച്ച് നമ്മൾ 1 HP ആയിരിക്കുമ്പോൾ നമ്മളൊക്കെ അടിച്ച് വീഴ്ത്തുമ്പോഴാണ് നമ്മൾക്കൊക്കെ ഈ ഒരു ഫ്രസ്ട്രേഷൻ. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ്, അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോഴാണ് നമുക്ക് ഗ്രാവിറ്റില്ല അല്ലേ, അങ്ങനത്തെ ഫ്രസ്ട്രേഷൻ ഒക്കെ വരുമ്പോഴാണ് നമ്മൾ കിടന്നിങ്ങനെ ട്രിഗറാകുന്നത്. ഇതിന് എനിക്ക് ഏറ്റവും ട്രിഗറാകുന്ന സാധനം പറഞ്ഞ ഷീൽഡും നമ്മളൊരു ബേസിക് റൂൾസൊക്കെ. ഇതെന്തുവാടാ സാധനം? ഇതെന്തുവാ കളി? ഇതെന്തുവാ കളി? എന്തുവാ ഇത്? ഇതെന്താ ബോംബോ? എന്തോ കളി എനിക്ക് മനസ്സിലായില്ല ബൈ ദ വേ. ഇത് എവിടെയാ വെക്കണ്ട്? അവൻ്റെ താഴ്ത്താലേ, അങ്ങോട്ട് പോടാ, ഇവിടെയല്ല. അയ്യോ, എനിക്ക് പോകട്ടെ. എടാ എന്നെ കൊല്ലലടാ. അപ്പോൾ ഓളെവിടെ പോയി? ഇതാ എൻ്റെ ബാക്കിലുണ്ട്. ഇതെന്താ ചെയ്യുന്നത് നമ്മൾ? ഇതെന്തുവാടാ, എനിക്ക് ഒന്നും മനസ്സിലായി. ഇതെന്ത് സംഭവം? ഞാൻ മറന്നുപോയി. ഉള്ളവരെ ഞാൻ കുറേ കാലത്തിന് ശേഷം കളിക്കുന്നു. ഈ ബോൾ എന്താ? ഇതിൻ്റെ അകത്തോട്ട് ഞാൻ കയറി പോകണ്ടേ? പുല്ല്, ഇതെന്ത് ചെയ്യണ്ടേ? ഈ ബോള് പോയിട്ട് അവിടെ വെക്കുകയാണ്. ഇത് പുല്ല്. പൊട്ടിക്കാണോ വേണ്ടത്? എനിക്ക് ഇവിടെ നിന്ന് അനങ്ങണമെങ്കിൽ ഒന്ന് പൊട്ടി. അത് ബോംബ് പ്ലേസ് ചെയ്യുന്നതാണോ? ഇവിടെ ഞാൻ അധികം കളിക്കാത്തപ്പോൾ എനിക്ക് വലിയ തീരെ ഓർമ്മയില്ല ഇത്. ഞാൻ എപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഈ കളി? കുറേ കാലമല്ല കളിച്ചിട്ട്, അപ്പം കളിക്കാത്തപ്പോൾ എനിക്ക് വലിയ ഓർമ്മയില്ല ഇതിനെക്കുറിച്ച്. കൊള്ളാം കേട്ടോ പരിപാടി, ബോംബ് പൊട്ടിക്കുന്നത്. പക്ഷേ നമ്മളില്ല, ഇത് വൃത്തിയല്ല. കണ്ടവനും പോയാലും ഇട്ട് തരുന്നുണ്ട്. ആരെ തല്ലാനപ്പം ഇടയിൽ കൂടെ വന്നേക്കുന്നത് എന്നല്ലോ, ആ സ്മോക്കിൻ്റെ ഇടയിൽ കൂടെ. ഞാൻ എന്തോ ഇത്രയും വൈരാഗ്യം ചത്തു. വൈരാഗ്യ മേളിൽ നടിച്ചു. ഞാൻ കണ്ടില്ല, മേളിൽ വയറ വിചാരിച്ചു. നമുക്ക് അടുത്ത് കയറ്റി വെച്ചാലോ? അതും കൊണ്ട് വരുന്നുണ്ട്, അവനടിച്ചിടാം. ഇതെവിടെയാടാ ബൈ ദ വേ? ഈ സാധനം എവിടെയാണ് നമ്മുടെ വെക്കേണ്ട സാധനം? ഓ, ഇവിടെയാണോ? ഇവിടേക്കാണോ വെക്കേണ്ട അവർക്ക്? അപ്പോൾ ഇങ്ങനെ ഡബിൾ ഗണ്ണാക്കി യൂസ് ചെയ്യേണ്ടത്? കൊള്ളാം കേട്ടോ.
പക്ഷേ ഇതില്ലടാ, വ്യൂ ഇല്ല. ആ കഴിഞ്ഞോ കളി? കൊള്ളാതോ. ഞാനൊരു ബോംബ് പൊട്ടിച്ച് അത്രേ ഉള്ളൂ, തീർന്നു ആ ഒരു കേസ്. അതിൻ്റെ ഇടയിൽ ദേഷ്യം പിടിച്ച് ഞാൻ ഓഫ് ചെയ്തത് പോസല്ല, റെക്കോർഡിങ് ആയിരുന്നു ഓഫ് ചെയ്ത്. കേസ് എനിക്ക് ഇങ്ങനത്തെ ഈ ഓരോ വീഡിയോസൊക്കെ കയറി വരുമ്പോൾ എനിക്ക് പൊളിഞ്ഞ് വരും ഇത്. ഒന്നും പറയാൻ വയ്യ. ആഡ് റിമൂവ് ചെയ്യാൻ പ്രോപ്പാസ് എത്രയാണ് കൊടുക്കണ്ട്? യു ഹേവ് നോ ആഡ്സ്, എൻറോൾ നോ ടു സപ്രസ് ആഡ്സ്. ഓ ഇങ്ങനെയായിരുന്നോ ഇത്? ഓ എൻ്റെ കോയിൻ ഉണ്ടല്ലോ അപ്പോൾ എൻ്റെ 10. ഓ ഇങ്ങനെയായിരുന്നല്ലോ ഇതിന്. നോക്കാം, നമുക്ക് അടുത്ത കളി മുതൽ ഈ ആഡൊക്കെ നമുക്ക് ഒഴിവാക്കാൻ നോക്കാം. സോ ഗൈസ്, ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ആഡൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ടൊക്കെ നമുക്ക് അടുത്ത പ്രാവശ്യം കളിക്കാൻ നോക്കാം. പ്രോ പാസ് പറഞ്ഞാൽ ഇതല്ല, ഞാൻ പൈസ കൊടുക്കണമെന്ന്. ഇത് നമ്മൾ ഏൺ ചെയ്ത കോയിൻസ് വെച്ചിട്ടാണ് പ്രോ പാസ്. ഇത് ഞാൻ ഇറങ്ങും. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. സോ പിന്നെ പറയാനുള്ളത് അങ്ങനത്തെ ആഡൊക്കെ ഞാൻ എങ്ങനെയും റിമൂവ് ചെയ്തിട്ട് സെറ്റാക്കി തരാം. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ കളി. എങ്ങനെയുണ്ടായിരുന്നു ഗെയിം പ്ലേ എന്ന് ചോദിക്കുക. ഇന്നത്തേക്ക് അധികം ഇൻട്രാക്ഷൻസ് ഒന്നും ഉണ്ടായില്ല. സോ നാളെ വീണ്ടും ഒരു വീഡിയോ ഇട്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ ബൈ. ഇറ്റ്സ് മീ മിനി പാപ്പൻ സൈനിങ് ഔട്ട്. ബൈ.